അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നമ്മുടെ ക്രീം കേക്കിനൊക്കെ തയ്യാറാക്കുന്ന ബേസിക് ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്കെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റിംഗ് ആണ് ഇതിന് മെയിനായിട്ട്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുക തന്നെ വേണം. അതിലേക്ക് ഞാൻ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലോടും കൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റ് ചെയ്യരുത്. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പും 2 ടേബിൾ സ്പൂൺ കൂടെ മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ് എന്നിവ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മുട്ടയുടെ ബാറ്ററിലേക്ക് ഒന്നും കൂടെ അരിച്ചതിന് ഞാനിവിടെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് പൊടി തട്ടിയെടുത്തതാണ്. ഇനി ബട്ടർ പേപ്പർ വെക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാനൊരു കടായി പാന് ഇതുപോലെ ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാൻഡോ എന്തെങ്കിലും വെച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കേക്കിൻ്റെ മോൾഡ് വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് നല്ല സ്പഞ്ചി ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.